നിങ്ങളുടെ കുഞ്ഞിന് 6 മാസം ആകാറായോ? ഇങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് അമ്മയാകുന്നവർക്ക് ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും. കാരണം 5 മാസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. 6 മാസം കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? റാഗി കുറുക്ക് വെച്ച് തുടങ്ങണോ അതോ ഏത്തയ്ക്കാപ്പൊടി കൊടുക്കണോ, ഓട്സ് കൊടുക്കാവോ? ആദ്യമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പം ഏറ്റവും ബെസ്റ്റ് ഫുഡ് തന്നെ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. ആദ്യത്തെ കുറുക്കുകളൊക്കെ എങ്ങനെ തയ്യാറാക്കാം, കുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പലർക്കും ഈ 6 മന്ത്സ് എന്ന് പറയുമ്പം സംശയം ഉണ്ടാവും. 6 മാസം തുടങ്ങുമ്പോഴാണോ അതോ അത് പൂർത്തിയായ ശേഷമാണോ നമ്മൾ സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർമുല മിൽക്കും കൂടെ കൊടുക്കാം. പഞ്ഞപ്പുല്ല്, കുറുമ്പുല്ല്, റാഗി എന്നൊക്കെ പറയുന്ന ചെറുധാന്യം വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം കുറുക്കുണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാനിങ്ങനെ റാഗി തലേന്ന് തന്നെ കുതിർക്കാൻ വെച്ച് പിറ്റേന്ന് അരച്ച് ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഭാഗം വെച്ചാൽ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസിൽ നിന്നൊക്കെ മനസ്സിലായത് അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലെ ഫൈബർ കണ്ടൻറ്റ് നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള പണിയാണ്. നമ്മൾ നേരിട്ട് പൊടിയുണ്ടെങ്കിൽ അതാണ് എളുപ്പം. തൊട്ട് റാഗി വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കും. കുറുക്കുണ്ടാക്കുന്നതിന് മുമ്പ് അരിപ്പിക്കാത്തൂടെ അരിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് 6 മാസം ഉള്ളപ്പോൾ എനിക്ക് സ്പ്രൗട്ടഡ് റാഗി അല്ലെങ്കിൽ മുളപ്പിച്ച റാഗിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കഴുകിയ ശേഷം തലേന്ന് ഒരു നനവുള്ള തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാൽ പിറ്റേന്നാകുമ്പോൾ അത് മുളയ്ക്കും. അതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ചൂടാക്കി പൊടിച്ച് കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കാം. ആദ്യമായിട്ട് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേബീസ് ആയതുകൊണ്ട് നമ്മൾ പൊടിച്ചത് വീട്ടിൽ മിക്സിക്കകത്ത് പൊടിച്ചത് അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്പ്രൗട്ടഡ് ആയതുകൊണ്ട് അതിന് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞാനത് ശരിക്കും പരീക്ഷിച്ചേനെ. സമയം കുറവുള്ളവർക്ക് റാഗിപ്പൊടി നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. റാഗിപ്പൊടി കുറുക്കാക്കാൻ നല്ല എളുപ്പമാണ്. 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ടൊരു കട്ടിയാഹാരം കൊടുക്കുമ്പം അതിനൊരു ടൈം ഫിക്സ് ചെയ്യാം. കട്ട കെട്ടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ആദ്യമൊക്കെ കൊടുക്കുമ്പം കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി കട്ടിയായിട്ടത് ഉണ്ടാക്കരുത്. സ്പൂണിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പയ്യെ ഒലിച്ച് താഴോട്ട് വീഴുന്ന പോലത്തെ കൺസിസ്റ്റൻസി മതി. പാല് കുടിച്ച ഉടനെ തന്നെ കുറുക്കോ മറ്റ് കട്ടിയാഹാരങ്ങളോ കൊടുക്കാതിരിക്കുക. പാല് കുടിച്ചു കഴിഞ്ഞൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. പച്ച ഏത്തയ്ക്കാപ്പൊടിയും വീട്ടിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഏത്തയ്ക്കാപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഉള്ളിലെ അരി എടുത്ത് കളയുകയാണെങ്കിൽ നന്നായിരിക്കും. കുട്ടിക്ക് ആ ഭക്ഷണം കഴിക്കുമ്പം വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയോ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണിത്. ഒരു ഭക്ഷണം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് തന്നെ ഒരു 3-4 ദിവസം കൊടുത്തു നോക്കുക. അത് കഴിഞ്ഞിട്ടേ വീണ്ടും പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. പലരും അമൃതം പൊടിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു ഫുഡായതുകൊണ്ട് ഞാനത് 8 മാസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓട്സ് കുറുക്കും ഞാൻ 8 മാസമായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിലിടാമേ. പയ്യെ പയ്യെ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമനുസരിച്ചിട്ടൊക്കെ നമുക്ക് അളവ് കൂട്ടിക്കൊടുക്കാം. കുറുക്കുകളൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ മധുരത്തിന് വേണ്ടി ഞാൻ കരിപ്പെട്ടിയും അതുപോലെ തന്നെ പനങ്കൽക്കണ്ടവും ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പല ഡോക്ടേഴ്സും പറയുന്നത് കേൾക്കാം അതിന് പകരം ആയിട്ട് പഴമോ അല്ലെങ്കിൽ ഡേറ്റ്സോ ഒക്കെ ഉപയോഗിക്കാമെന്ന്. ഡേറ്റ്സ് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായി വേവിച്ച് അരച്ച് നമുക്കിതിനകത്ത് ചേർക്കാം. അതുപോലെ തന്നെ ചെറുപഴങ്ങളോ അല്ലെങ്കിൽ റോബസ്റ്റയോ ഒക്കെ ഉടച്ച് ചേർക്കാം. കുട്ടികൾക്ക് 6 മാസം പൂർത്തിയാകുമ്പോൾ നമുക്ക് സൂചിഗോതമ്പിൻ്റെ കുറുക്ക് കൊടുക്കാം. ക്യാരറ്റ്, മത്തങ്ങ, ആപ്പിളൊക്കെ വേവിച്ച് ഉടച്ചു കൊടുക്കാം. 1 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാരയോ ഉപ്പോ തേനോ ഒന്നും കൊടുക്കാതിരിക്കുക. കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വർക്കിംഗ് മദേഴ്സിനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകേണ്ടപ്പം പാക്കറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഒരു ഭക്ഷണം തുടങ്ങി 3 ദിവസം കഴിയുമ്പം അടുത്തത് കൊടുത്തു നോക്കാം. മാറി മാറി പല ഭക്ഷണങ്ങൾ കൊടുക്കുന്നതായിരിക്കും കുട്ടികൾക്ക് കഴിക്കാനും താല്പര്യം. ട്വിൻസ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം ഫീഡിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരേ സമയത്ത് 2 പേർക്ക് ഫുഡ് കൊടുക്കണം. ഒരാൾക്ക് തന്നെ ഫുഡ് കൊടുക്കാൻ കുറച്ച് സമയമെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ 2 പേരെയും നമുക്ക് ഒരേ സമയത്ത് ഉറക്കാനും പറ്റില്ല. ഒത്തിരി റെസ്റ്റ് പോലും കിട്ടില്ല. ഫീഡിങ് ബിബും ഫീഡിങ് ചെയറും ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ മടിയിലിരുത്തിയോ അല്ലെങ്കിൽ ചെയറിലിരിക്കാറായെങ്കിൽ അങ്ങനെ ഇരുത്തിയൊക്കെ കൊടുക്കുമായിരിക്കും നല്ലത്. ഞങ്ങൾ മടിയിലിരുത്തിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും സ്പൂണും ഒക്കെ വേറെ തന്നെ വെക്കുമായിരിക്കും നല്ലത്. നെയ്യ് ആഡ് ചെയ്യണമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. നെയ്യ് വെയിറ്റ് ഗെയിനൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു 2 ആഴ്ചയ്ക്ക് ഇങ്ങനെ സോളിഡ് ഫുഡ്സ് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ ആദ്യം മതി. പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ടുവരാം. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ട്വിൻസ് ആയിട്ട് പോലും ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ കഴിച്ചില്ലെന്ന് വരും. വിശപ്പില്ലാഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞ് അത് തന്നെയോ അല്ലെ വേറെ മാറ്റി നോക്കുക.
ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതലും ഒരു അമ്മ എന്ന നിലയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും പിന്നീട് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.